കൂട്ടുകാരുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. എൻ്റെ വീട്ടിൽ ഞങ്ങളെ കൂടാതെ കുറച്ച് കോഴികൾ മാത്രമേ ഉള്ളൂ. ഇഷ്ടം കാരണം വാങ്ങിയ ഒരു പട്ടിയുടെ കാര്യമോ അങ്ങനെയായി. ടിപ്പുവിന് ശേഷം ഒരു പട്ടിയെ വാങ്ങാനുള്ള ധൈര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയ്ക്കാണ് ഒരു പൂച്ചയെ വാങ്ങാൻ പ്ലാനിട്ടത്. വീട്ടിൽ വേറെ ആർക്കും അത്ര താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 പൂച്ചക്കുഞ്ഞുങ്ങളുമായി ജാനകി ചേച്ചിയുടെ വരവ്. ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടം തോന്നിയ ചക്കി അങ്ങട് വാങ്ങി. തീരെ ചെറുപ്പത്തിലെ എത്തിയത് കൊണ്ടാവാം എല്ലാവരോടും പെട്ടെന്ന് തന്നെ ഇണങ്ങി. നല്ല അടക്കവും ഒതുക്കവുമുള്ള ഒരു പൂച്ച. അത്യാവശ്യം മടിയിൽ വെച്ച് ലാളിക്കാനുള്ള ധൈര്യമൊക്കെ ഞാൻ ആർജിച്ചെടുത്തു. 1-2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ചക്കിയിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അടക്കവും ഒതുക്കവും ഒക്കെ മാറി പൂച്ച അതിൻ്റെ തനി നിറം കാണിച്ചു തുടങ്ങി. എവിടെയെങ്കിലും പതുങ്ങിയിരുന്ന് കാലിൽ ചാടി വീഴുന്ന രീതി ഞങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റില്ലായിരുന്നു. പൂച്ചയെ കൊടുക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് എല്ലാവരും. കൂട്ടത്തിൽ ഏറ്റവും മൃഗസ്നേഹമുള്ള ഞാൻ എനിക്കറിയാവുന്ന ഭാഷയിൽ പൂച്ചയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ ചക്കിയുടെ ലീലാവിലാസങ്ങൾ കൂടിക്കൂടി വന്നു. വീടിൻ്റെ ഗേറ്റ് മുതൽ മുറ്റം വരെ വഴിയുടെ 2 വശങ്ങളിലും ചെടി നട്ടു വളർത്തിയിട്ടുണ്ട്. ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് കയറി വരികയായിരുന്ന എൻ്റെ കാലിലേക്ക് ചെടികളുടെ ഇടയിൽ നിന്നും പൂച്ചയുടെ ഒരു ചാട്ടവും അയ്യോ എന്നും വിളിച്ചുകൊണ്ടുള്ള എൻ്റെ ഓട്ടവും ഒരുമിച്ചായിരുന്നു. അതോടുകൂടി പൂച്ചയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എവിടെയോ ആയിരുന്ന ജാനകി ചേച്ചിയെ തേടി പിടിച്ച് മുതല തിരികെ ഏൽപ്പിച്ചപ്പോൾ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു.